ഓക്കെ, ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സോളിഡ് റെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പല രീതിയിൽ റെസ്റ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത്, നല്ലോണം ശ്രദ്ധിക്കണേ, ചിലപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത് ബേസ് എച്ച് പിയിലാണ്, അല്ലെങ്കിൽ ബേസ് എഡ്ജ് എച്ച് പിയിലാണ്, അല്ലെങ്കിൽ കോർണർ ഓഫ് ബേസ് എച്ച് പിയിലാണ്. ഇങ്ങനെ നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസ് കറക്റ്റായിട്ട് എച്ച് പിയിൽ വരുന്ന രീതിയിൽ നമ്മൾ ഫിഗർ വരയ്ക്കണം. അതായത് ഇപ്പോൾ നമ്മളൊരു കോണ് കൺസിഡർ ചെയ്യാണ്. കോണ് കൺസിഡർ ചെയ്യുമ്പോൾ കോണിൻ്റെ കേസിൽ കോണിൻ്റെ ബേസ് എന്ന് പറയുന്ന സർക്കിള് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മേലെ നിന്ന് നോക്കുന്ന സമയത്ത് എച്ച് പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മേലെ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് എന്താ കാണുക? ഒരു സർക്കിളായിരിക്കും കാണുക. ഇനി ഫ്രണ്ട് വ്യൂ വെർട്ടിക്കൽ പ്ലെയിൻ പാരലൽ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഒരു ട്രയാങ്കിൾ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. ഇപ്പോൾ ഇവിടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കണേ, നമ്മൾ ചെയ്യാൻ പോകുന്നതെല്ലാം ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് നമ്മൾ ഒബ്ജക്റ്റ് ഉള്ളത്. ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ എക്സ് വൈ ലൈനിൻ്റെ മേലെയാണ് വി പി, താഴെയാണ് എച്ച് പി. ഓക്കെ, അതായത് എക്സ് വൈ ലൈനിൻ്റെ മേലെയാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക, എക്സ് വൈ ലൈനിൻ്റെ താഴെയാണ് ടോപ്പ് വ്യൂസ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് ഫ്രം എച്ച് പി നമ്മൾ വി പിയിൽ മാർക്ക് ചെയ്യണം, ഡിസ്റ്റൻസ് ഫ്രം വി പി എച്ച് പിയിൽ മാർക്ക് ചെയ്യണം. ആ കൺസെപ്റ്റൊക്കെ നമുക്ക് ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അതൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബേസ് ഒരു കോണ് കൺസിഡർ ചെയ്യാണ്, അതിൻ്റെ സർക്കിൾ എന്ന് പറയുന്ന ബേസ് സർക്കിൾ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ത് പറയാം? ഇതേ രീതിയിലാണ്. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറയുന്നത് സ്റ്റാൻഡിങ് ഓൺ എച്ച് പി ഓൺ ഇറ്റ്സ് ബേസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? പെർപെൻഡിക്കുലർ ടു എച്ച് പി ആണ് ആൻഡ് പാരലൽ ടു വി പി ആണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇനിയിപ്പോൾ ഇത് ഈ സെയിം സോളിഡ് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സെയിം സംഭവം നമ്മൾ ഇങ്ങനെ ഒന്ന് ടിൽറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഒരു പോയിന്റിലായിരിക്കും റെസ്റ്റ് ചെയ്യുക, അല്ലെ? നമുക്ക് ഒരു ഇമാജിൻ ചെയ്താൽ മതി. അതായത് ഈ ഒരു സോളിഡ് കോണ് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിങ്ങനെ അങ്ങ് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സിംഗിൾ പോയിന്റിലാണ് ഇത് റെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? റെസ്റ്റിംഗ് ഓൺ എച്ച് പി ഓൺ വൺ ഓഫ് ഇറ്റ്സ് പോയിന്റ് ഓൺ ഓഫ് ബേസ് സർക്കിൾ ഒരു പോയിന്റിലാണ് റെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ എന്ത് തന്നെയാണ് നമുക്ക്, പക്ഷേ ആക്സിസ് നേരത്തെ പെർപെൻഡിക്കുലർ ടു എച്ച് പി ആയിരുന്നു, ഇപ്പോൾ ഇൻക്ലൈൻ ടു എച്ച് പി ആണ്. പക്ഷെ വി പിക്ക് മാറ്റമൊന്നുമില്ല. ഇനി നമ്മളിത് നേരെ ഈ ഒരു സെയിം സോളിഡ് ഫസ്റ്റ് നമ്മൾ വരച്ചിട്ടുള്ള ഈ ഒരു സോളിഡ് നേരെ അങ്ങോട്ട് കിടത്തി വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും കേസ് വരിക? ലൈയിങ് ഓൺ എച്ച് പി ഓൺ വൺ ജനറേറ്റർ, അതായത് ആ ജനറേറ്റർ ലൈനിലായിരിക്കും റെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യനിൽ നമുക്ക് തരിക ആക്സിസിൻ്റെ ഇൻക്ലിനേഷൻ നമുക്ക് തരും. ചിലപ്പോൾ എച്ച് പി ആയിട്ടുള്ള ഇൻക്ലിനേഷൻ നമുക്ക് തരും, അല്ലെങ്കിൽ ജനറേറ്റർ ലൈനിലാണ് റെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ എച്ച് പിയിലുള്ള ആക്സിസ് എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രീതിയിലുള്ള ഈ ഫിഗർ നമ്മൾ ആദ്യം വരക്കണം. കാരണം ഈ ഫിഗർ നമുക്ക് വരച്ചു കഴിഞ്ഞാൽ ഈ ഫിഗർ എന്ന് പറയുന്നത് ആക്ച്വലി ബേസ് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും നമുക്ക്, ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇതാണ്, ടോപ്പ് വ്യൂ ഇവിടെ എന്താ വരിക? ഒരു സർക്കിളായിരിക്കും വരിക, അല്ലേ? അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്, നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന കാര്യമാണ്. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഇത് അങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്, ഇതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് നമുക്ക് വരയ്ക്കാൻ പറ്റാത്ത കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ബേസ് എച്ച് പിയിൽ വരുന്ന രീതിയിൽ വരയ്ക്കണം. എന്നിട്ട് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് ടിൽറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇപ്പോൾ പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൻ്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരൊറ്റ സിംഗിൾ സ്റ്റെപ്പിലാണ് എച്ച് പി ആയിട്ടും ബി പി ആയിട്ടുള്ള ഇൻക്ലിനേഷൻ എല്ലാം മാർക്ക് ചെയ്തിട്ട് ലൈനിൻ്റെ പ്രൊജക്ഷൻ നമ്മൾ ചെയ്യുന്നത്. കാരണം ലൈനിൻ്റെ പ്രൊജക്ഷന് ആകെ 3 പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ ലൈൻ ആവാം, ലൈൻ വിത്ത് ട്രൂ ലെങ്ത് ആവാം, അല്ലെങ്കിൽ ലൈൻ വിത്ത് റെഡ്യൂസ്ഡ് ലെങ്ത് ആവാം, അല്ലെങ്കിൽ പോയിന്റ് ആവാം. പക്ഷേ സോളിഡിൻ്റെ കേസിൽ അങ്ങനെയല്ല, എങ്ങനെ പല രീതിയിലുള്ള പോസിബിൾ ആയിട്ടുള്ള പ്രൊജക്ഷനും വരാവുന്നതാണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരൊറ്റ സ്റ്റെപ്പിൽ. അപ്പം നമ്മൾ ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇതേ രൂപത്തിലാണ്. ഓക്കെ, ഇനി അടുത്തത്, ഇപ്പം നമ്മൾ എച്ച് പി ആയിട്ടുള്ള ഇൻക്ലിനേഷൻ നമ്മൾ മാർക്ക് ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എച്ച് പി ആയിട്ടുള്ള ഇൻക്ലിനേഷൻ എന്നല്ല,
എച്ച് പിയിൽ ബേസ് റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ആണ് നമ്മൾ വരയ്ക്കുന്നത്. ഇനി നേരെ മറിച്ച് ഇപ്പം നമ്മളിവിടെ ഇപ്പം ഈ ഒരു കേസ് പറഞ്ഞിട്ടുള്ളത് ജനറേറ്റർ ലൈൻ ഓൺ എച്ച് പി ആണ്. ഇത് റെസ്റ്റിംഗ് ഓൺ എച്ച് പി ഓൺ വൺ ഓഫ് ഇറ്റ്സ് പോയിന്റ് ഓഫ് ബേസ് സർക്കിൾ ഓൺ എച്ച് പി ആണ്. ഇത് നേരെ തിരിച്ച് ബി പിയിലാണെന്ന് വിചാരിക്കുക. അതായത് ബി പിയിൽ ഒരു പോയിന്റിൽ റെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബി പിയിൽ ജനറേറ്റർ ലൈനിൽ റെസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ബേസ് സർക്കിൾ ബി പിയിൽ വരുന്ന രീതിയിൽ റെസ്റ്റ് ചെയ്യണം. അതായത് ഇതൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്യുക, വെർട്ടിക്കൽ ആയിട്ടുള്ള പ്ലെയിൻ ആണ് ബി പി എന്ന് പറയുന്നത്, വെർട്ടിക്കൽ പ്ലെയിൻ. ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ കോണിൻ്റെ സർക്കിൾ വരിക എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും? ഒരു സർക്കിൾ ആയിരിക്കും. അതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ വരയ്ക്കേണ്ടത് എന്താ? ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇതാണ് സ്റ്റാൻഡിങ് ഓൺ ബി പി ഓൺ ഇറ്റ്സ് ബേസ്. ബേസ് ബി പിയിൽ വരുമ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ. ഈ രണ്ട് ഫിഗർ ഇപ്പം ഞാൻ നേരത്തെ ഈ ഫിഗറും ഈ രണ്ടാമത് വരയ്ക്കുന്ന ഫിഗറും രണ്ടും എൻറ്റയർലി ഡിഫറൻറ്റ് കേസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ വരുന്ന രീതിയിൽ നമ്മൾ ഏതാണെന്നുള്ള സെലക്ട് ചെയ്യണം. സ്റ്റാൻഡിങ് ഓൺ ബി പി ഓൺ ഇറ്റ്സ് ബേസ് ആണ് ഇത്. അപ്പോൾ ഇതിൻ്റെ കേസിലാണെങ്കിൽ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ബി പി ആണ് ആൻഡ് പാരലൽ ടു എച്ച് പി ആണ്. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മളിങ്ങനെ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റിംഗ് ഓൺ ബി പി ഓൺ വൺ പോയിന്റ് ഓഫ് ബേസ് സർക്കിൾ. ബേസ് സർക്കിൾ ഒരു പോയിന്റിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ആക്സിസ് ഈസ് ഇൻക്ലൈൻ ടു ബി പി ആൻഡ് പാരലൽ ടു എച്ച് പി. ഓക്കെ, ദെൻ അടുത്തത് ജനറേറ്റർ ലൈയിങ് ഓൺ ബി പി ഓൺ വൺ ജനറേറ്റർ. ആക്സിസ് ഈസ് ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി. അപ്പോൾ എച്ച് പിയിൽ ബേസിൽ റെസ്റ്റ് ചെയ്യുക, എച്ച് പിയിൽ ബേസിലുള്ള ഒരു പോയിന്റിൽ റെസ്റ്റ് ചെയ്യുക, എച്ച് പിയിൽ ഒരു എഡ്ജിൽ റെസ്റ്റ് ചെയ്യുക, ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് രീതിയിൽ കൺസിഡർ ചെയ്ത് ഈ രീതിയിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇനി നേരെ മറിച്ച് വി പിയിൽ വരുന്ന രീതിയിൽ വരികയാണെങ്കിൽ നമ്മൾ ഈ രണ്ടാമത്തേതാണ് കൺസിഡർ ചെയ്യേണ്ടത്. എക്സാമിന് വരുമ്പോഴൊക്കെ നമ്മൾ ഈ ഗ്രാഫിക്സിൽ നമ്മൾ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സിൽ പഠിക്കുന്ന 90% ഓഫ് പ്രോബ്ലംസും വരുന്നത് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഈ ഫസ്റ്റ് കേസിലാണ് 90% ഓഫ് പ്രോബ്ലംസും വരിക. പക്ഷേ ബാക്കി എന്നാലും ഒരു 10% ഓഫ് പ്രോബ്ലംസ് മേ ബി ചിലപ്പോൾ ഈ രണ്ടാമത്തെ കേസിൽ വരാം. അപ്പോൾ എക്സാമിന് വരുമ്പോൾ അതിലേത് സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം.